സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിൽ വ്യാപക തിരിമറി. ഒരാളിൽ നിന്ന് 1000 രൂപയാണ് വെട്ടിക്കുറയ്ക്കുന്നത്. മസ്റ്ററിംഗിൽ മുഴുവൻ തുകയും രേഖപ്പെടുത്തിയ ശേഷമാണ് ചൂഷണം നടക്കുന്നത്. കൊച്ചി എടവനക്കാട് തിരിമറി നടത്തിയതിന്റെ രേഖകൾ ജനം ടിവിക്ക്. 2018 കൊച്ചി ഇടവനക്കാട് സ്വദേശിയായ KB ഉണ്ണി സാമൂഹ്യക്ഷേമ പെൻഷന് അപേക്ഷിക്കുന്നത്. 2019 മുതൽ ഇദ്ദേഹത്തിന് 1400 രൂപ നിരക്കിൽ പെൻഷൻ അനുവദിച്ചു. ഏതാനും മാസങ്ങൾക്ക് ശേഷം അത് 600 രൂപയായി ചുരുങ്ങിയതോടെ അദ്ദേഹം പരാതി നൽകി. തുടർന്ന് ഒരു മാസം മാത്രം അനുവദിക്കപ്പെട്ട 1600 രൂപ നൽകിയെങ്കിലും പിന്നീട് വീണ്ടും അത് കുറച്ചു. പഞ്ചായത്തിൽ മസ്റ്ററിംഗിൽ 1600 രൂപ രേഖപ്പെടുത്തുന്നത് തുടരുമ്പോഴാണ് തുക വെട്ടിക്കുറച്ച് നൽകുന്നതെന്നും തിരിമറിയുടെ ആക്കം വെളിപ്പെടുത്തുന്നു. അതേസമയം ചെത്തുതൊഴിലാളി ക്ഷേമ പെൻഷനായി 3000 രൂപ ലഭിക്കുന്നുണ്ടെന്നതാണ് പെൻഷൻ കുറയ്ക്കാനുള്ള കാരണമായി പഞ്ചായത്ത് ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ 5000 രൂപ കൈപ്പറ്റുന്ന ചെത്തുതൊഴിലാളി യൂണിയൻ സെക്രട്ടറി അടക്കമുള്ളവർക്ക് 1600 രൂപയാണ് ഇപ്പോഴും സാമൂഹ്യ പെൻഷൻ തുകയായി ലഭിക്കുന്നത്. ആദ്യം 5 മാസം അനുവദിച്ചപ്പോൾ 5 മാസം പിന്നെ 1400 രൂപയാണ് പെൻഷൻ കൊടുക്കുന്നത്. അതെനിക്ക് 5 മാസം കിട്ടിയിട്ടുണ്ട്. 6-ാം മാസം 600 രൂപയായി. പഞ്ചായത്തിൽ അന്വേഷിച്ചിട്ടൊന്നും എനിക്കൊരു നല്ലൊരു മറുപടി കിട്ടാതെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അന്നത്തെ മുഖ്യമന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രി, പഞ്ചായത്ത് ഡയറക്ടർ ഇവർക്കൊക്കെ പരാതി അയച്ചു. പരാതി അവർക്ക് കിട്ടിക്കഴിഞ്ഞ ശേഷം 7-ാം മാസം 1600 രൂപ വന്നു. അപ്പം 1600 രൂപയായി. ഇതിന് ശേഷം 8-ാം മാസം മുതൽ 600 രൂപയാണ് ഈ ദിവസം വരെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ വർഷാവർഷങ്ങളിൽ മസ്റ്ററിങ് നടത്തുന്നുണ്ട്. ഈ മസ്റ്ററിങ്ങിൽ കാണിക്കുന്നത് 1600 രൂപയാണ്. എനിക്ക് തരുന്നത് 600 രൂപയാണ്. അപ്പം ഈ 1000 രൂപ എവിടെ പോകുന്നു എന്നുള്ള ബലമായ സംശയം ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ പണം വാങ്ങിക്കാതെ എൻ്റെ വരുമാനത്തിൽ വർധനവ് ഈ ആധാർ മുഖാന്തരമല്ല ഈ സംഭവമൊക്കെ നടക്കുന്നത്. അപ്പം എൻ്റെ വരുമാനത്തിൽ വർധനവ് വരെയാണ്. ഉണ്ണിക്ക് പുറമെ സമാന രീതിയിൽ നിരവധി പേരും ചൂഷണത്തിന് ഇരയാകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോൾ മസ്റ്ററിംഗിൽ മുഴുവൻ തുക രേഖപ്പെടുത്തുന്നത് സോഫ്റ്റ്വെയർ തകരാറ് മൂലമാണെന്നായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിയുടെ മറുപടി. ജനം, കൊച്ചി.